സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനം വരുന്നു. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘം ഈ മറിച്ചൊരു തീരുമാനമുണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്ത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ആസൂത്രണത്തോടുകൂടി കാത്തു നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് സിദ്ദിഖിന് ആശ്വാസകരമായ ഒരു തീരുമാനം വരുന്നത്. ഇനിയിപ്പോൾ ഒളിവിലുള്ള സിദ്ദിഖ് വെളിച്ചത്ത് വരില്ലേ? ശ്രീകാന്ത്. റീജിത്ത്, ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വിധിയുടെ അന്തസത്ത, അത് വിധി ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടതിയുടെ മുന്നിൽ കേവലമായ ഒരു മുൻകൂർ ജാമ്യ ഹർജി എന്ന രീതിയിലാണ് ഈ കേസ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നു. 376 വകുപ്പ് 506 വകുപ്പൊക്കെ ചുമത്തിയിട്ടുള്ള ഒരു കേസ് എന്ന നിലയിൽ മാത്രമാണ് കോടതിക്ക് മുന്നിലേക്ക് ഈ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിലെ കണ്ടെത്തലുകൾ, അതേ തുടർന്നുള്ള വെളിപ്പെടുത്തലുകൾ, ഇവിടുത്തെ നിലവിലുള്ള പശ്ചാത്തലം, അത്തരം കാര്യങ്ങളൊന്നും കോടതിക്ക് മുൻപാകെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകില്ല. ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലമടക്കം, കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമടക്കം കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സമഗ്രമായ ഒരു വാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരു പക്ഷേ സർക്കാരിനും സാധിച്ചിട്ടുണ്ടാകില്ല. അത് സമയത്തിന്റെ പ്രശ്നങ്ങളടക്കമുണ്ടാകും. ഒരു മുൻകൂർ ജാമ്യ ഹർജി എത്തുന്നു, ബലാത്സംഗ കേസാണ്, അതിന്മേൽ കോടതി ഉന്നയിക്കാവുന്ന ന്യായമായ സംശയം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ഈ 8.5 കൊല്ലം ഈ കേസ് നൽകാതെ FIR ഇടാതെ നീണ്ടുപോയത് എന്നൊരു ചോദ്യം കോടതിയിൽ നിന്നും ഉണ്ടാകുന്നു. അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചോ അതേ തുടർന്നുണ്ടായ അന്വേഷണങ്ങളെക്കുറിച്ചോ പരാതികളെക്കുറിച്ചോ വെളിപ്പെടുത്തലുകളെക്കുറിച്ചോ കോടതിക്ക് കൃത്യമായ ധാരണ, കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിനോ പരാതിക്കാരുടെ അഭിഭാഷകനോ നിലവിൽ സാധിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ വരുന്ന മുൻകൂർ ജാമ്യ ഹർജി, അതിന്മേൽ കോടതി ഉന്നയിക്കാവുന്ന സ്വാഭാവിക സംശയം, അതായി വേണം ഇതിനെ കാണാൻ. നേരത്തെ അത് കേരളത്തിൽ ഹൈക്കോടതിയിൽ ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ കോടതി അത് തള്ളിക്കളഞ്ഞതാണ്. ജസ്റ്റിസ് CS ഡേസിന്റെ ബെഞ്ച് പറഞ്ഞത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും പരാതിക്കാരിക്ക് രംഗത്ത് വരാം. സുപ്രീം കോടതി തന്നെ ഇതിന് മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട് എന്ന് ജസ്റ്റിസ് CS ഡേസ് ആ ഉത്തരവിൽ എഴുതി വെച്ചതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇക്കാര്യം സുപ്രീം കോടതിയിൽ ചർച്ചയായില്ല എന്ന് കാണാം. ഈ ഒരു ഡ്യൂറേഷൻ, വാദത്തിന്റെ ഒരു ഡ്യൂറേഷൻ നോക്കുമ്പോഴും അതാണ് മനസ്സിലാകുന്നത്. ഒരു വിശദമായ വാദത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്ന് കാണുന്നു. കോടതി ആകെ പരിഗണിച്ചിട്ടുള്ളത് ഈ കാലയളവ് മാത്രമാണ്. ഇത്രയും കാലയളവ് എന്തുകൊണ്ട് താമസിച്ചു എന്നൊരു ചോദ്യം വരുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും മുൻകൂർ ജാമ്യത്തിന് അർഹതയുണ്ട്. ബാക്കി കാര്യങ്ങൾ സർക്കാർ ബോധിപ്പിക്കാൻ അവർക്ക് സമയവും കൊടുത്ത് കേസ് മാറ്റുകയാണ് കോടതി ചെയ്തത് എന്ന് വ്യക്തമാകുന്നുണ്ട്. അതായത് ഒരു ജുഡീഷ്യൽ പരിശോധന, ആഴത്തിൽ ഉള്ള ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകാത്തത് സിദ്ദിഖിന് അനുകൂലമായി എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് വെറും കൈയോടെ തിരുവനന്തപുരത്തേക്ക് മടങ്ങാം. ഇതിന്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിന്മേൽ അടുത്ത വ്യവസ്ഥകൾ അതിനുവേണ്ടി കോടതിയിലോ അല്ലെങ്കിൽ പോലീസിന് മുൻപാകെയോ ഹാജരാകേണ്ടിയും വരും സിദ്ദിഖിന്. അതൊക്കെ തന്നെ ഇനി തിരുവനന്തപുരത്തായിരിക്കും, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലായിരിക്കും അതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുമ്പോൾ വിശദമായ റിപ്പോർട്ട് ഒരു പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ സമർപ്പിക്കാനും സാധ്യതയുണ്ട്. അതിലായിരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ വെളിപ്പെടുത്തലുകളും അതിലെ പരാതികളും അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഒരു പക്ഷേ എത്തിക്കാൻ കഴിയുക. മുൻകൂർ ജാമ്യം കിട്ടിയ പശ്ചാത്തലത്തിൽ തൽക്കാലം ഇനിയൊരു സുപ്രീം കോടതിയിലെ നിയമയുദ്ധത്തിലൂടെ സിദ്ദിഖിനെ അഴിക്കുള്ളിലാക്കാമെന്ന മൂഢവിശ്വാസമൊന്നും സർക്കാരിനും കാണാൻ വഴിയില്ല. കണ്ടിടത്തോളം അയഞ്ഞ സമീപനം, എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർത്തു സർക്കാർ എന്നാണ് മനസ്സിലാകുന്നത്. അതിനപ്പുറം ഒരു അയഞ്ഞ സമീപനമാണ് കാണാൻ സാധിക്കുന്നതും. കാരണം പോലീസിന് എന്തായാലും സിദ്ദിഖ് ഹൈഡ് ചെയ്തത് എവിടെ എന്നുള്ള കാര്യം കണ്ടെത്താൻ അത്ര ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. അതിനുവേണ്ടി ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായോ എന്നുള്ള കാര്യം സംശയമാണ്. പരാതിക്കാരുടെ അഭിഭാഷകനും അക്കാര്യം ഉന്നയിച്ചിരുന്നു. അതിനും അപ്പുറത്തേക്ക് സുപ്രീം കോടതിയിൽ വിശദമായൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനും കഴിഞ്ഞതുമില്ല. സിദ്ദിഖിന് ആശ്വസിക്കാം, സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ കിട്ടിയിരിക്കുന്നു, 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ഉണ്ടാകില്ല. ഇനി 2 ആഴ്ചയ്ക്ക് ശേഷം ഇത് പരിഗണിക്കുമ്പോൾ പോലും മതിയായ സമയം സിദ്ദിഖിന് കിട്ടുകയാണ്, സിദ്ദിഖിന്റെ അഭിഭാഷകർക്ക് കിട്ടുകയാണ്. ഇനി ഒരു അറസ്റ്റിലേക്കൊന്നും കാര്യം പോകുമെന്ന് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മുൻകൂർ ജാമ്യം തള്ളി സിദ്ദിഖ്